ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു തോരനായാലോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്കൊരു തോരൻ തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. എണ്ണിത്തണ്ട് അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്ന് പറയും, അതും മുതിരയും കൂടിയാണ് ഇന്നത്തെ തോരൻ. നമുക്ക് തോരൻ വെക്കാൻ ആദ്യം തന്നെ എണ്ണിത്തണ്ട് അല്ലെങ്കിൽ വാഴപ്പിണ്ടി ഇതുപോലെ കനം കുറച്ച് അരിയണം. നല്ല കനം കുറച്ച് നൈസായിട്ട് വേണം ഇതെല്ലാം അരിഞ്ഞെടുക്കാനേ. ആദ്യമേ ഇതെല്ലാം വട്ടത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഇതിനൊരു നാരുണ്ട്. ആ നാര് നമ്മളിതുപോലെ കയ്യിൽ ചുറ്റി എടുത്തത് കളയണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വേണം, ഞാൻ ഈ അരിയുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നാലേ ഇത് വേവുള്ളൂ. അതിനാണ് ഈ പൊടിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഇതിനകത്തുള്ള ഈ നാരുകളെല്ലാം എടുത്ത് കളയണം. ചെറിയ നാരുകളുണ്ടാവും, അതെടുത്ത് കളയണം. ഇനിയും ഒരു 200 ഗ്രാം മുതിരയാണ് ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നത്. അപ്പോൾ ആ മുതിര ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എണ്ണിത്തണ്ടും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി 1 കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 6 പച്ചമുളക്, എരിവ് കൂടുതൽ വേണേൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി വെള്ളുള്ളി. നമുക്ക് തേങ്ങ എല്ലാം കൂടി ഇതുപോലെ ചതച്ചെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആ ജാറിലേക്ക് ഒഴിച്ച്, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഈ എണ്ണിത്തണ്ടിനും ഒക്കെ നല്ല വെള്ളമയം ഉള്ളത് കൊണ്ട് നമ്മൾ വെള്ളം അധികം ഒഴിക്കേണ്ടതില്ല. പാകത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ കുക്കറിലേക്ക് അരപ്പിട്ടിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ അരപ്പൊക്കെ എല്ലായിടത്തും ആകും പോലെ വേണം മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ വേവിക്കാം. കുക്കറിൻ്റെ എയറൊക്കെ പോകുമ്പോഴത്തേന് നമുക്കൊന്ന് വറവിടാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം കട്ട് ചെയ്ത് വെച്ച കൊച്ചുള്ളി ഇട്ടാൽ കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിച്ചിരി ചുവന്നുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം. നമ്മൾ വറവിട്ടതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും എണ്ണിത്തണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഗ്യാസ് ഓഫാക്കാൻ പാടില്ല. ഇതിൽ വെള്ളമയം നല്ലപോലെ വറ്റണം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ എണ്ണിത്തണ്ടും മുതിരയും കൂടെയുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അധികം ആൾക്കാരും അത് ഇങ്ങനെ ഒരു തോരനൊക്കെ കഴിച്ചിട്ടുണ്ടാകും. പഴയ ആൾക്കാരൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു കൂട്ടാനായതല്ലേ. കഞ്ഞിക്കും ചോറിനും ഒക്കെ നമ്മുടെ വയറിന് നല്ല സുഖം തരുന്ന ഒരു സാധനമാണ്. നാരടങ്ങിയ ഭക്ഷണമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പം നിങ്ങളും കൂടി എണ്ണിത്തണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ എണ്ണിത്തണ്ട് മാത്രം വേണമെങ്കിലും വയ്ക്കാം, മുതിര മാത്രമാണെങ്കിലും വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കൂട്ടാൻ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടായാൽ മതി. അപ്പം ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. താങ്ക് യു.